പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുമ്പോൾ സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, കാറ്റാണ് പ്രശ്നക്കാരൻ എല്ലാ ജില്ലയിലും. എന്താണ് പത്തനംതിട്ട ജില്ലയിലെ അവസ്ഥ? തീർച്ചയായും വിനീഷ, കാറ്റ് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലും പ്രധാന വില്ലൻ. ഇന്നലെ വരെ ഉള്ള കണക്ക് പ്രകാരം 124 വീടുകളാണ് ഭാഗികമായി മഴയോടൊപ്പം പെയ്ത ശക്തമായ കാറ്റിൽ തകർന്നിരിക്കുന്നത്. പലയിടത്തും മരം കടപുഴകി വീണ് തന്നെയാണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ കല്ലറക്കടവിൽ മരം റോഡിലേക്ക് കടപുഴകി വീഴുകയും ഫയർഫോഴ്സ് എത്തി അത് മുറിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എന്തായാലും മഴ കാര്യമായ രീതിയിൽ പെയ്യുന്നില്ല. എന്നാൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് നദികളിൽ ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ മണിമല നദിയിലെ ഓറഞ്ച് അലേർട്ടും അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പാണ് ഈ നദികളിൽ ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ നൽകുന്നത്. എന്തായാലും ഇതിനെ തുടർന്ന് കൃത്യമായ നടപടികൾ അല്ലെങ്കിൽ പ്രളയം ഉണ്ടായാൽ അടിയന്തരമായി സ്വീകരിക്കുന്ന നടപടികളെല്ലാം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ കൃത്യമായി സ്വീകരിച്ചു പോരുന്നു. എന്തായാലും മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ് വിനീഷ പത്തനംതിട്ടയിൽ ഉള്ളത്. ശരി.